അത് എൻ്റെ അതിൻ്റെ ഒരു 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 അഭിപ്രായം എന്ന് വെച്ചാൽ, എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഈ സ്ത്രീകളുടെ ഇത് വെച്ചാൽ ഇപ്പോൾ ഈ വനിതാ റിസർവേഷൻ ബില്ലോ അല്ലെങ്കിൽ വനിതാ റിസർവേഷൻ ആക്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അത് റിസർവേഷൻ ആവരുത്. അത് അവരുടെ റൈറ്റാണ്, സ്ത്രീകളുടെ റൈറ്റാണത്. ഈക്വൽ റൈറ്റ് ആണ്. 50% സ്ത്രീകളുടെ റൈറ്റാണത്. ദേ ഹാവ് ടു ഫൈറ്റ് ഇറ്റ് ഓഫ് ആൻഡ് ഗെറ്റ് ഇറ്റ്. അല്ലാതെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ, ജഗദീഷ് എന്താ പറയുന്നത് വെച്ചാൽ, ഞങ്ങൾ ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തിനും സ്ത്രീ പ്രാതിനിധ്യത്തിനും വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സീറ്റ് മാറുന്നു, എന്നിട്ട് ആ സീറ്റിലേക്ക് ശ്വേതാ മേനോൻ പോയിരുന്നാൽ ശ്വേതാ മേനോട് അത് നാണക്കേടല്ലേ? അല്ല, സ്ത്രീകൾക്ക് നാണക്കേടല്ലേ? കാരണം ഒരു പുരുഷൻ്റെ ഒരു ഔദാര്യമാണത്. അല്ലല്ല, സ്ത്രീകൾ എന്ന് വെച്ചാൽ ദേ ഹാവ് ടു ഫൈറ്റ് ഇറ്റ് ഔട്ട്. അല്ലാതെ ഞാൻ മാറുന്നു, നമ്മുടെ ശ്വേതാ മേനോൻ ഇരുന്നോളൂ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ശ്വേതാ മേനോൻ അതൊരു ഇൻസൾട്ട് അല്ലേ? ഇറ്റ്സ് എൻ ഇൻസൾട്ട് ടു ശ്വേതാ മേനോൻ, ഇറ്റ്സ് എൻ ഇൻസൾട്ട് ടു വിമൻഹുഡ് അല്ലേ? അപ്പം അത് ശരിയല്ല. ഞാൻ ഈ സ്ത്രീ സമത്വത്തിന് വേണ്ടി വാദിക്കുന്ന ഒരാളാണ് 100%. ഞാൻ എപ്പോഴും പറയുന്നത് വെച്ചാൽ 50% ഞാനിപ്പോൾ റിസർവേഷൻ എന്നുള്ള എനിക്ക് റൈറ്റ് ഉണ്ട് അവർക്ക്. അല്ല, ഈ പുരുഷന്മാർ ഇങ്ങനെ ഒരു പ്ലേറ്റ് എടുത്ത് കൊടുക്കുന്ന ഒരു ദാനമാവരുത്, ഔദാര്യമാവരുത്. അപ്പോൾ അതുകൊണ്ട് 50% ഒക്കെ ഈ സ്ത്രീകൾക്ക് റൈറ്റ് ഉണ്ടത്. അപ്പോൾ ഈ പറയും സമവായത്തിന് എൻ്റെ അടുത്ത് ആരും വന്നിട്ടില്ല. എൻ്റെ അടുത്ത് ആരും വരില്ല. കാരണം എൻ്റെ സ്വഭാവം അറിയാം. എൻ്റെ അടുത്ത് ഇതേപോലെ ഒരാളും പറഞ്ഞിട്ട് നിങ്ങൾ ഇത് നടത്തണോ. ഞാനിതിനകത്ത് പിന്നെ വരുന്ന കാര്യത്തിലും ആരുടെയും സമ്മർദ്ദമില്ല എനിക്ക്. ഈ പേപ്പറിലൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എൻ്റെ ഒരു പേഴ്സണൽ ഡിസിഷനാണ്. അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇതില്ല. ഞാൻ ഒറ്റയ്ക്കാണ്. കാരണം ഞാൻ ഇപ്പോൾ കണ്ട ഞാൻ ഒറ്റയ്ക്കാണ്. കാരണം എൻ്റെ കൂടെ ഇങ്ങോട്ട് വരാമെന്ന് എനിക്ക് വാക്ക് തന്ന് ഇന്ന് രാവിലെ നമുക്ക് കാണാമെന്ന് പറഞ്ഞ 5-6 പേരുണ്ട്. 5-6 പേര് ഇന്ന് രാവിലെ ഉണ്ട് വിളിച്ചു പോയി, ചേട്ടാ ഞങ്ങൾ വരുന്നില്ല, ആകെ പ്രശ്നമാകുമെന്ന് പറയും. അപ്പോൾ ആ പ്രശ്നം ഇന്ന് പറഞ്ഞിട്ട് കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് വരാൻ കാരണം വെച്ചാൽ ഞാൻ തീരുമാനിക്കുന്നത് വളരെ വളരെ ആലോചിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കാറുള്ളൂ. അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് മാറുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. അല്ല, എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവരാ പറഞ്ഞത്, എൻ്റെ കൂടെയുള്ള ആൾക്കാർ പറഞ്ഞു വെച്ചാൽ അവരാരാണ് ഇതിൻ്റെ ഓർഡർ ഇട്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അത് അവർക്കുള്ള അവകാശമില്ല. അവർക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇറ്റ്സ് മൈ പേഴ്സണൽ റൈറ്റ്. ഐ വുഡ് ഹാവ് റൈറ്റ് ടു മീറ്റ് പ്രസ് അല്ലേ? അപ്പോൾ അവർ പറഞ്ഞു അത് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ പിന്നെ ഒരു ഭീഷണി കൂടെ ഉണ്ട് എനിക്ക്. ഭീഷണി പറഞ്ഞു വെച്ചാൽ അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ നോമിനേഷൻ ലാപ്സായിട്ട് പോകുമെന്ന് പറഞ്ഞു. നോ പ്രോബ്ലം, ഐ വിൽ ഗോ ടു ദി കോർട്ട്. ഇവിടെ ഒരു കോടതി ഉണ്ടല്ലോ. അപ്പോൾ അതൊന്നും എനിക്കൊരു ഇഷ്യൂ അല്ല. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഇന്ന് രാവിലെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഞാൻ എറണാകുളം പ്രസ് ക്ലബ്ബിൽ വെച്ചൊരു പ്രസ് മീറ്റ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഐ വിൽ ബി ദർ ഇസ് നോ ചേഞ്ച്. ഞാൻ എല്ലാവരും വിളിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞത് നല്ലതാണ്. അവർ പറഞ്ഞെങ്ങനെയാണ്, നീ നിന്നത് നന്നായി, അതായത് നീ നിന്നത് നന്നായി എന്നാണ് മമ്മൂട്ടിക്ക് പറഞ്ഞത്. സുരേഷ് ഗോപി എല്ലാവരും അങ്ങനെ പറഞ്ഞത്. അവർ ദേവന് വോട്ട് ചെയ്യാനായിട്ട് ആരുടെ പറയില്ല. ഇപ്പോൾ ഞാൻ ഒന്ന് കേട്ടു, ഈ ജഗദീഷ് പറഞ്ഞു ഞാൻ മോഹൻലാലും മമ്മൂട്ടിയും അല്ലെങ്കിൽ സുരേഷ് ഗോപിയും കൂടി ചേർന്നിട്ടാണ് എന്നെ ചേർത്തത്. ഒരിക്കലുമല്ല. They will not do it. കാരണം ഐ നോ ദം. ഒരു കാരണവശാലും ആർക്ക് വേണ്ടിയിട്ടും ഈ കാര്യം ഒരു അൺഓതറൈസ്ഡ് ഔട്ട് ഓഫ് ദി വേ ചെയ്യുന്നവരല്ല ഈ മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപി. അത് വെറുതെ എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്നറിയില്ല. മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും പേഴ്സണലായിട്ട് അറിയാവുന്ന അവരുടെ സ്വഭാവത്തെ പറ്റി അറിയാവുന്നതുകൊണ്ട് പറയാം. They will not do it. അത് വെറുതെ ഒരു എലിഗേഷനായിട്ട് പോയതാണ്.